വിശാലമായ ജാംനഗറിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന വൻതാര സമർപ്പണത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും നൂതന സുരക്ഷാ രീതിയുടെയും ശ്രദ്ധേയമായ സംയോജനമാണ്. പ്രധാനമന്ത്രിയുടെ പുലർച്ചെയുള്ള സന്ദർശനം ഗുജറാത്തിലെ ജാംനഗർ റിഫൈനറി കോംപ്ലക്സിലെ 3500 ഏക്കർ വിസ്തൃതിയിലുള്ള വൻതാരയെ ഒരിക്കൽ കൂടി ശ്രദ്ധാകേന്ദ്രമാക്കി മാറ്റി. ലോകത്തിലെ ഏറ്റവും വലിയ മൃഗസംരക്ഷണ പുനരധിവാസ കേന്ദ്രമാണിത്. സൂക്ഷ്മമായി പരിശോധിച്ചാൽ മറ്റു പല സവിശേഷതകൾ കൂടിയുണ്ട് ഈ കേന്ദ്രത്തിന്. വൻതാര അഥവാ കാടിന്റെ നക്ഷത്രം പ്രതിബദ്ധതയ്ക്കും ശാസ്ത്രീയ മികവിനും ഒരു തെളിവായി തിളങ്ങുന്നു. അനന്ത് അംബാനി വിഭാവനം ചെയ്ത് നേതൃത്വം നൽകുന്ന ഈ വനസംരക്ഷണ കേന്ദ്രം വെറുമൊരു മൃഗസംരക്ഷണ കേന്ദ്രം മാത്രമല്ല, വന്യജീവി സംരക്ഷണ രംഗത്തുള്ള വിപ്ലവകരമായ ദൗത്യമാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ചീറ്റകളെ പുനരവതരിപ്പിക്കുന്നതിന് നേതൃത്വം നൽകുന്ന പ്രധാനമന്ത്രി മൃഗസ്നേഹികൾ എന്ന നിലയിൽ താനും അനന്തും ഒരേ തലത്തിൽ നിൽക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നു. പലതരം പീഡനങ്ങളിൽ നിന്നും അവഗണനയിൽ നിന്നും രക്ഷപ്പെടുത്തിക്കൊണ്ടുവന്ന 1.5 ലക്ഷത്തിലധികം മൃഗങ്ങൾ സമാധാനമായി ഈ സങ്കേതത്തിൽ കഴിയുന്നു. മുംബൈയിൽ മൃഗങ്ങൾക്കായി ഒരു ചെറിയ ഷെൽട്ടർ ഒരുക്കിയാണ് അനന്ത് മൃഗസംരക്ഷണ രംഗത്ത് ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ ആദ്യഘട്ടത്തിൽ കാഴ്ചവെച്ചത്. ഈ രംഗത്തുള്ള താൽപ്പര്യവും അഭിനിവേശവും ലോകത്തിലെ ഏറ്റവും വലുതും നൂതനവുമായ രക്ഷാപ്രവർത്തന പുനരധിവാസ സംരക്ഷണ കേന്ദ്രത്തിന്റെ വികസനത്തിന് കാരണമായി. കുട്ടിക്കാലം മുതൽ അനന്ത് മൃഗസംരക്ഷണത്തിൽ താൽപ്പര്യം പ്രകടിപ്പിച്ചിരുന്നു. മറ്റു ജീവികളെ സ്നേഹിക്കുന്നതിലും സംരക്ഷിക്കുന്നതിലും താൽപ്പര്യം കണ്ടു. My mother has always been a great inspiration to me. My mother, when I was young boy and we were going, I think 12 years old, we were traveling from Jaipur to Ranthambore. In the middle, on the road, we saw a young elephant with a mavat going on the road in the peak heat. And the elephant was walking a little weirdly. So I told my mom we want to rescue it. So that was the first elephant and we had no idea how to take care of the elephant. So we got the elephant, we kept it and then we said we'll build slowly, boon boon se sagar banta hai. ഇന്ന് 2000-ലധികം ഇനത്തിൽപ്പെട്ട ജീവികളെ സംരക്ഷിക്കാനും പുനരധിവസിപ്പിക്കാനും വൻതാരയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. നവീകരണത്തിൻ്റെയും സുസ്ഥിരതയുടെയും ആശയങ്ങളിൽ വേരൂന്നിയതാണ് ഉപേക്ഷിക്കപ്പെട്ടതും വംശനാശ ഭീഷണി നേരിടുന്നതുമായ വന്യജീവികളെ പരിരക്ഷിക്കുന്നതിനുള്ള ലോകമാതൃക. അത്യാധുനിക ഗവേഷണ സൗകര്യങ്ങൾ, വിശാലമായ ആവാസ വ്യവസ്ഥ, വംശനാശ ഭീഷണി നേരിടുന്ന മൃഗങ്ങൾക്ക് ആജീവനാന്തകാല സുരക്ഷിത താവളം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംയോജിപ്പിച്ച് വൻതാര അത്യാധുനിക വെറ്റിനറി പരിചരണം സാധ്യമാക്കുന്നു. വൻതാര എന്ന സ്വപ്ന പദ്ധതി സാധ്യമാക്കിയതിന് അനന്ത് മുത്തശ്ശൻ ധീരുഭായ് അംബാനിയുടെ ദർശനത്തിനും തൻ്റെ മാതാപിതാക്കളുടെ പിന്തുണയ്ക്കും നന്ദി പറയുന്നു. My father is one of the biggest wildlife buffs. For example, when we were young, I think till the age of 18, I've not gone to any other family holiday except Africa, Ranthambore and the jungles of Kahana, the jungles of Bandhavgarh, Kaziranga. My father would only take us to jungle holidays. അനന്ത് വൻതാരയെ ഒരു സേവന ആലയം എന്നാണ് കണക്കാക്കുന്നത്. രക്ഷപ്പെടുത്തുന്ന ഓരോ മൃഗത്തിനും പരിചരണം, അന്തസ്, സംരക്ഷണം എന്നിവ ലഭിക്കുന്ന സേവനത്തിന്റെ ഒരു സങ്കേതം. बचपन से ही माता जी ने मुझे सिखाया था हम जानवर का और अलग अलग जीव जंतु का सेवा कैसे करें. तो बचपन से ही मैं मेरे घर में माता जी
मेरे से पहले जब वो छोटे थे उन्होंने 20-25 कुत्तों को पाला था घर पे। और मुंबई के लिए वो तो बहुत बड़ी बात होती है 20-25 कुत्ते घर पे फ्लैट में रखना। सेंटा क्रूज में रहते थे वो उनके शादी से पहले। और माता जी ने मुझे सिखाया कि जो बेज़ुबान जानवर है उसका सेवा सबसे बड़ी सेवा है, वही सबसे बड़ी पुण्य वाली सेवा है और वही धर्म है और वही एक ऐसी चीज़ है जो आदमी को बहुत सारा पुण्य प्राप्त करा सकता है। ലോകത്തിൽ മനുഷ്യരുടെ എണ്ണം വർദ്ധിക്കുന്നതിനനുസരിച്ച് വന്യമൃഗങ്ങളുടെ അസ്വാഭാവിക മരണങ്ങളും വർദ്ധിക്കുന്നു. भारत में रोड एक्सीडेंट से तेंदुआ गिर जाता है, रोड एक्सीडेंट से कभी कभी टाइगर जो बाघ है उसको चोट पहुंच जाती है, भालू जो रीछ होता है उसे भी कभी कभी बहुत दिक्कत में आ जाती है, कभी एक्सीडेंट हो जाता है, कभी कुआं में गिर जाता है। എല്ലാ വർഷവും ഡസൻ കണക്കിന് ആനകൾ വൈദ്യുതാഘാതമേറ്റും ട്രെയിനിടിച്ചും മരിക്കുന്നു. ധാരാളം ജീവികൾ വിഷബാധയേറ്റ് ചാവുന്നു. മൃഗങ്ങൾ വനം വിട്ടിറങ്ങുമ്പോൾ മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ഉടലെടുക്കുന്നു. കാടിറങ്ങുന്ന മൃഗങ്ങളെ പിടികൂടിയാൽ അവയെ പാർപ്പിക്കാൻ സർക്കാർ സംവിധാനങ്ങൾ പര്യാപ്തമല്ല. ഇവിടെയാണ് വൻതാര പ്രസക്തമാകുന്നത്. വൻതാരയുടെ കരുത്ത് പരിശീലനം സിദ്ധിച്ച റെസ്ക്യൂ സംഘങ്ങളാണ്. അത്യാധുനിക ആംബുലൻസുകളാണ് ഈ രക്ഷാസംഘങ്ങൾ സജ്ജീകരിച്ചിട്ടുള്ളത്. ലോകത്തിൻ്റെ ഏതു കോണിലുമെത്തി ദുരിതമനുഭവിക്കുന്ന മൃഗങ്ങളെ സ്വീകരിക്കാൻ രക്ഷാസംഘത്തിന് കഴിയും. ഓരോ ദൗത്യവും സൂക്ഷ്മമായി ആസൂത്രണം ചെയ്താണ് നടപ്പാക്കുന്നത്. ജീവികളെ കണ്ടാൽ എത്ര വലിയ വിജയമാണ് കൈവരിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാകും. അവയ്ക്കുള്ള ലോകത്തിലെ ഏറ്റവും വലിയ രക്ഷാകേന്ദ്രമാണ് വൻതാരയിലുള്ളത്. ഇവിടെ പലതരം പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന സിംഹങ്ങളും കടുവകളും ഇപ്പോൾ മൃഗഡോക്ടർമാരുടെയും വന്യജീവി വിദഗ്ധരുടെയും സംരക്ഷണത്തിൽ വിശാലമായ പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥയിൽ ഇരിക്കുന്നു. രക്ഷാപ്രവർത്തനങ്ങളിൽ വൻതാര പലപ്പോഴും പ്രാദേശിക ഭരണ സംവിധാനങ്ങളെയും NGOകളെയും പങ്കാളികളാക്കുന്നു. രക്ഷാപ്രവർത്തനങ്ങൾ കൃത്യതയോടെ സമയബന്ധിതമായി നടപ്പാക്കുക എന്നത് ഏറെ നിർണായകമാണ്. ഈ സിംഹങ്ങളും കടുവകളും പുലികളും സമീപകാല ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ വന്യജീവി രക്ഷാ ദൗത്യത്തിലൂടെ കടന്നുപോയവരാണ്. 11 കടുവകളും 3 സിംഹങ്ങളും ഒരു സ്ലോവാക്യൻ ദുരന്തത്തിൽ പെട്ടവയാണ്. അവയുടെ അതിജീവിതം ഞാണിന്മേൽ കളി പോലെയായിരുന്നു. ആ ഘട്ടത്തിലാണ് വൻതാര രക്ഷാപ്രവർത്തനം ഏറ്റെടുത്തത്. ഭൂഖണ്ഡങ്ങൾ കടന്ന് നയതന്ത്ര തടസ്സങ്ങൾ മറികടന്ന് ഈ മൃഗങ്ങളെ മോചിപ്പിച്ച് ഈ പുതിയ വാസസ്ഥലത്തെത്തിച്ചു. शेर के लिए खाना नहीं था और शेर भूखे मर रहे थे, तो मैं सोचा कि हमें कुछ करना चाहिए. വൻതാരയുടെ ബിഗ് കാറ്റ് റെസ്ക്യൂ സെന്റർ വെറും ഒരു അഭയകേന്ദ്രമല്ല, കാരുണ്യവും പ്രവർത്തനവും ഒത്തുചേരുമ്പോൾ വിജയം സാധ്യമാകുന്നതിൻ്റെ പ്രതീകമാണ്. ഇവിടുത്തെ പരിപാലകരും മൃഗരോഗ വിദഗ്ധരും സിംഹങ്ങൾക്കും കടുവകൾക്കും സമീകൃത ആഹാരം ലഭ്യമാക്കുന്നു. അവയുടെ ശാരീരികവും മാനസികവുമായ ക്ഷേമത്തിന് അത്യന്താപേക്ഷിതമായ എല്ലാം ചെയ്യുന്നു. കോവിഡ് മഹാമാരിയുടെ കാലത്ത് മനുഷ്യൻ സമ്മർദ്ദം അനുഭവിച്ചപ്പോൾ അതിന്റെ ബുദ്ധിമുട്ടുകൾ മൃഗങ്ങൾക്കും നേരിടേണ്ടി വന്നു. आपके आसपास जो पशु है उनकी भी चिंता करनी है. लॉकडाउन की वजह से अनेक पशुओं के सामने, जानवरों के सामने भी
भोजन का संकट आ गया है। കോവിഡിനെ തുടർന്ന് ബഹ്റിനിലെ ഒരു സ്വകാര്യ വ്യക്തി അയാൾ സൂക്ഷിച്ചിരുന്ന 200-ലധികം മൃഗങ്ങളെ ഉപേക്ഷിച്ചു. അതിൽ ഉറാങ്കൂട്ടാനുകളും ചിമ്പാൻസികളും മറ്റു വന്യമൃഗങ്ങളും ഉൾപ്പെടുന്നു. അവയെ എല്ലാ തടസ്സങ്ങളും മറികടന്ന് രക്ഷിക്കുക എന്ന ദൗത്യം വിജയിപ്പിക്കാൻ വൻതാരയ്ക്ക് കഴിഞ്ഞു. കുരങ്ങുകൾക്ക് വേണ്ടിയുള്ള വൻതാരയുടെ സൗകര്യങ്ങൾ ലോകോത്തരമാണ്. പലപ്പോഴും മനുഷ്യരിൽ നിന്ന് ഈ ജീവികൾ അസഹനീയമായ ക്രൂരത നേരിടുന്നു. ഈ ചിമ്പാൻസികളെ സങ്കല്പിക്കാനാകാത്ത കഷ്ടപ്പാടുകളിൽ നിന്നാണ് രക്ഷിച്ച് വൻതാരയിലേക്ക് കൊണ്ടുവന്നത്. അതൊരു പുതിയ തുടക്കമായി. നിയമവിരുദ്ധമായ വളർത്തുമൃഗ വ്യാപാരം, കാട്ടുമാംസ കച്ചവടം, ലഹരി വസ്തുക്കളുടെ ദുരുപയോഗം എന്നിവയ്ക്ക് പലപ്പോഴും മൃഗങ്ങളും ഇരകളായി. പലതിനും ശാരീരികമായും വൈകാരികമായും മുറിവേറ്റു. വൻതാരയിൽ ഈ ജീവികൾ സുഖം പ്രാപിക്കുന്നു. അവ അർഹിക്കുന്ന വിശാലമായ ചുറ്റുപാടുകളിൽ ഭക്ഷണം കണ്ടെത്തുന്നു. അവയുടെ സഹജാവബോധം പുനർനിർമ്മിക്കാൻ അനുവദിക്കുന്ന സാഹചര്യങ്ങളിൽ വിരാജിക്കുന്നു. വെറ്റിനറി പരിചരണം, സാമൂഹിക സംയോജനം, പെരുമാറ്റ പരിശീലനം എന്നിവ അവയുടെ ശക്തിയും ആത്മവിശ്വാസവും വീണ്ടെടുക്കാൻ സഹായിക്കുന്നു. വൻതാരയുടെ ഉരക കേന്ദ്രം രക്ഷാപ്രവർത്തനങ്ങളുടെ മറ്റൊരു പ്രകടമായ തെളിവാണ്. ഒരിക്കൽ ചെന്നൈയിലെ നശിച്ചുകൊണ്ടിരിക്കുന്ന ചുറ്റുപാടുകളിൽ കുടുങ്ങിക്കിടന്ന മുതലകളുടെ കൂട്ടത്തെ ഇപ്പോൾ ഈ സങ്കേതത്തിൽ നന്നായി പരിപാലിക്കുന്നു. അവ സുരക്ഷിതരായി കഴിയുന്നു. നിരവധി അപൂർവയിനം പാമ്പുകളുടെയും ആമകളുടെയും ആവാസ കേന്ദ്രമാണിത്. പലപ്പോഴും പരിക്കേറ്റതും ദുരുപയോഗം ചെയ്യപ്പെട്ടതുമായ മൃഗങ്ങൾ വലിയ ദുരിതത്തിലാണ് കഴിയുന്നത്. അവയിൽ ഭൂരിഭാഗവും പോഷകാഹാരക്കുറവ് കാരണം രോഗാവസ്ഥയിലായിരിക്കും. ഈ സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ മൃഗങ്ങൾക്ക് വൻതാര പൂർണ്ണമായും സംയോജിത പുനരധിവാസ ആവാസ വ്യവസ്ഥ ഒരുക്കിയിട്ടുണ്ട്. Here we have more than 50-60 endangered species. 50-60 endangered species we have rescued from various backgrounds like circuses, from road accidents, from animal-human conflict, from zoos which are overcrowded. We have rescued animals from all across, from hunting lodges and from other places. So while we were rescuing them, I thought that we need a state-of-the-art hospital. We need a state-of-the-art facility. I don't want to keep them in cages. I want to keep them in their natural habitat. മറ്റു പല വന്യജീവി സങ്കേതങ്ങളിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ് വൻതാരയിലെ അതിനൂതന പുനരധിവാസ രക്ഷാ സംവിധാനം. ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നെത്തി അർപ്പണ മനോഭാവത്തോടുകൂടി പരിശീലനം നേടിയ പരിപാലകരുടെ സംഘമാണ് പരിചരണവും പുനരധിവാസവും ഉറപ്പാക്കുന്നത്. പരിക്കേറ്റ മൃഗങ്ങൾക്ക് പ്രത്യേക പരിചരണം നൽകുന്ന വൻതാരയിൽ അത്യാധുനിക വന്യജീവി രോഗനിർണയ ലബോറട്ടറിയും പ്രത്യേക ICUയും ഉണ്ട്. അടിയന്തര രക്ഷാപ്രവർത്തനങ്ങൾക്കായി 75 ആംബുലൻസുകൾ ഉപയോഗിക്കുന്നു. 103 മൃഗഡോക്ടർമാർ ഇവിടെ സേവനമനുഷ്ഠിക്കുന്നു. I visited before I could build this, I visited more than 30 or 40 facilities all across the world, and I took inspiration from every one of them, and those were my inspiration to build this. CT സ്കാനുകൾ, MRIകൾ, ലേസർ തെറാപ്പി മെഷീനുകൾ എല്ലാം ഈ മെഡിക്കൽ സെന്ററിൽ സജ്ജീകരിച്ചിരിക്കുന്നു. വൻതാരയിൽ ഏറ്റവും സങ്കീർണമായ ചികിത്സ സാധ്യമാകുന്നു. ഈ സൗകര്യങ്ങൾ വൻതാരയിലെ ഡോക്ടർമാരെ മൃഗങ്ങൾക്ക് അപൂർവമായി മാത്രം ലഭിക്കുന്ന ജീവൻ രക്ഷാ ശസ്ത്രക്രിയകളും ചികിത്സകളും നടത്താൻ പ്രാപ്തരാക്കുന്നു. ആനയുടെ കാലിൽ ലോകത്തിലെ ആദ്യത്തെ CT സ്കാൻ നടത്തിയത് വൻതാരയിലാണ്. Currently, you are in our large animal operation theatre. This is our hospital. It's spread over 1.5 lakh square feet. You can see we have a gas anesthesia machine. We have state-of-the-art operation table, operation lights. We have a
entire robotic endoscopic machine which we can also do robotic surgery with. We have ventilators, we have everything which is state of the art. ഒരിക്കൽ ആരുടെയോ ആക്രമണത്തിൽ പരിക്കേറ്റ ബംഗാൾ കടുവയായ പഞ്ചം ഗുരുതരാവസ്ഥയിലായി. പക്ഷേ വൻതാരയുടെ വെറ്റിനറി സംഘം സങ്കീർണമായ ഒരു ഓർത്തോപെഡിക് ശസ്ത്രക്രിയ നടത്തി. മാസങ്ങൾക്കുള്ളിൽ പഞ്ചം തന്റെ ആരോഗ്യം വീണ്ടെടുത്തു, കൂടുതൽ കരുത്തനായി. വൻതാരയിലെ പരിപാലനം ശാരീരികമായ രോഗശാന്തി മാത്രമല്ല നൽകുന്നത്, അത് ജീവികളുടെ മാനസികവും വൈകാരികവുമായ ധൈര്യം വീണ്ടെടുക്കലിന് പ്രാധാന്യം നൽകുന്നു. ആയുർവേദ ചികിത്സാ രീതികൾ കൂടി ഉൾപ്പെടുത്തിയുള്ള പ്രത്യേക സമ്പുഷ്ടീകരണ പരിപാടികൾ ഇവിടെ നടപ്പാക്കുന്നു. સાહેબ અહીંયા આયુર્વેદિક ટ્રીટમેન્ટ માટે 4 આયુર્વેદિક ડોક્ટર રાખ્યા છે સાહેબ. કેરલામાં કોલેજ અને જામનગર આયુર્વેદિક કોલેજ બંને સાથે કોલેબોરેશન કર્યું છે સાહેબ. डायबिटीज के लिए अपने उनमें भी जब कोई वो सिम्टम्स आते हैं तो ये जब उनको दिया जाता है चेंजेस नजर आते हैं. वो खुद भी तो खोज करके खाते रहते होंगे. अगर उसे लग भी गया तो उसको पता है क्या खाना होता है जंगल में. മൃഗങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ചില മൃദുവായ കളിപ്പാട്ടങ്ങൾ ആവശ്യമാണ്. സംഗീതം പലപ്പോഴും മൃഗങ്ങളെ ആശ്വസിപ്പിക്കുന്നതിനുള്ള ശരിയായ ചികിത്സാ രീതിയാണ്. വൻതാരയുടെ ആവാസ വ്യവസ്ഥ ആഫ്രിക്കയിലെയും ഇന്ത്യയിലെയും വിശാലമായ പുൽമേടുകളെ അനുകരിക്കുന്നു. അത് ആന്റിലോപ്പുകൾ, വൈൽഡ് ബീസ്റ്റ് സീബ്രകൾ, ജിറാഫുകൾ എന്നിവയ്ക്ക് പ്രകൃതിദത്തമായ ഒരു വാസസ്ഥലം പ്രദാനം ചെയ്യുന്നു. നിരവധി ഏക്കറുകളിലായി വ്യാപിച്ചു കിടക്കുന്ന തുറന്ന ശ്രേണിയിലുള്ള ആവാസ വ്യവസ്ഥ രക്ഷപ്പെടുത്തിയ ഈ സസ്യബുക്കുകളെ സ്വതന്ത്രമായി വിഹരിക്കാൻ അനുവദിക്കുന്നു. ഈ ജിറാഫുകളിൽ പലതും മനുഷ്യരുമായി നല്ലവണ്ണം ഇണങ്ങുന്നു. അവ ജീവിതത്തിന്റെ ഭൂരിഭാഗവും തടവിലായിരുന്നു. പലപ്പോഴും വിദേശ സഫാരി പാർക്കുകളിലാണ് ജീവിച്ചത്. അവയെ കാട്ടിലേക്ക് വിടുന്നത് അപകടകരമാണ്. ശ്രദ്ധാപൂർവം പരിപാലിക്കപ്പെടുന്ന ഭൂപ്രകൃതിയിൽ തദ്ദേശീയ പുല്ലുകൾ, ജലാശയങ്ങൾ, തണലുള്ള വിശ്രമസ്ഥലങ്ങൾ എന്നിവയുണ്ട്. ഇത് ഒരു സുരക്ഷിത താവളമാണ്. കൂടാതെ പ്രജനന പരിപാടികളിലും ഈ സാഹചര്യം നിർണായകമായ പങ്കുവഹിക്കുന്നു. വൻതാരയിലെ സംരക്ഷണ കേന്ദ്രം പല സാഹചര്യങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തിയ 250-ലധികം ആനകളുടെ ആവാസ കേന്ദ്രമാണ്. ഇത് പുനരധിവസിക്കപ്പെട്ട ആനകൾക്കുള്ള ഏറ്റവും വലിയ സങ്കേതങ്ങളിലൊന്നാണ്. സർക്കസുകളിലും തടിപിടിക്കുന്ന കേന്ദ്രങ്ങളിലും നിയമവിരുദ്ധ തടവറകളിലും പതിറ്റാണ്ടുകളായി പീഡനം അനുഭവിച്ചതിനു ശേഷമാണ് പല ആനകളും ഇവിടെ എത്തിയത്. 2500 ഏക്കർ പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുന്ന സ്ഥലത്ത് ആനകൾ ചങ്ങലകളില്ലാതെ സ്വതന്ത്രരായി വിഹരിക്കുന്നു. ആനകളിപ്പോൾ നല്ല രീതിയിൽ ഇടപഴകുന്ന സ്വാഭാവിക കൂട്ടങ്ങളായി മാറിയിരിക്കുന്നു. ഉദാഹരണത്തിന് വൻതാര ആദ്യം രക്ഷിച്ചെടുത്ത ഗൗരി എന്ന ആനയുടെ കാര്യം പരിശോധിക്കാം. ഇപ്പോൾ ഗംഗ, ഗോദാവരി എന്നീ ആനകളുമായി ഗൗരി അടുത്തിടപഴകുന്നു. 3 ആനകളും തമ്മിൽ പിരിയാനാകാത്ത വിധം അടുത്തിരിക്കുന്നു. ജലചികിത്സയും ജക്കുസി കുളങ്ങളും സന്ധിവാതമുള്ള ആനകൾക്ക് ആശ്വാസം പകരുന്നു. ചിലരുടെ ക്രൂരത കാരണം മുൻപ് പൊള്ളലേറ്റ ലീലാവതി എന്ന ആന ഇപ്പോൾ എങ്ങനെ കഴിയുന്നു എന്ന് നോക്കാം. ആനയ്ക്ക് ഹൈപ്പർബാറിക് ഓക്സിജൻ തെറാപ്പിയും മുറിവ് പരിചരണവും ലഭിച്ചു. ഇന്ന് അവൾ വേദനയില്ലാത്ത ജീവിതം ആസ്വദിക്കുന്നു.
തിമിര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകേണ്ടി വന്നു ടാർസൺ എന്ന ഈ ആനയ്ക്ക്. അല്ലെങ്കിൽ അവൻ അന്ധനായി മാറുമായിരുന്നു. The importance of doing cataract surgery in an elephant is it going to, first of all, improve vision, 2, improve the health of the eye, and 3, improve the quality of life for the animal. ഒരുപക്ഷെ വൻതാരയിലെ പുനരധിവാസത്തിന്റെ ഏറ്റവും വിപ്ലവകരമായ വശം അത് മൃഗക്ഷേമത്തെ സമൂഹക്ഷേമവുമായി സംയോജിപ്പിക്കുന്നു എന്നതാണ്. പലപ്പോഴും മൃഗങ്ങളെ മാത്രമല്ല, അവയുടെ പരിപാലകരായിരുന്ന മനുഷ്യരെയും ഇവിടെ പുനരധിവസിപ്പിക്കുന്നു. हमारा बेसिकली 3000 से 4000 केयरटेकर है हमारे, और ये सबको हम पिछले भाग जहाँ इतना डेवलपमेंट नहीं हुआ है, नक्सल इन्फेस्टेड एरियाज है या जो नॉर्थ ईस्ट के रिमोट एरियाज हैं, हम वहाँ से लाते हैं. इनको एक अलग तरह का ट्रेनिंग दिया जाता है, क्योंकि ये बहुत दिल से जो जंगल में रहते हैं, जो आदिवासी जानवर के लिए उनका बहुत प्रेम अलग होता है और दिल से जानवर का सेवा करते हैं. तो आप देखोगे कि हम एक 3000 लोग हैं जिनका पेट यहाँ पल रहा है जानवर के कारण. ये कितने साल से हैं सारे लोग? सबको पहचानते हैं और ये एनिमल आपको पहचानते हैं? सबके एक ही कमांड ऑर्डर है कि हर एक के अपने अपने डेवलप किए हैं? हाथी के बारे में तो सबका एक ही जैसा है, बाकी दूसरे जानवर का अलग अलग सबका. വൻതാര എന്നാൽ മൃഗങ്ങളെ രക്ഷിക്കുകയും പുനരധിവസിപ്പിക്കുകയും മാത്രമല്ല, ഇത് സംരക്ഷണത്തിന്റെ കഥ പുനരെഴുത്തിന് വിധേയമാക്കുകയാണ്. ഈ ഭംഗിയുള്ള സിംഹക്കുട്ടികൾ നോക്കൂ. കാട്ടിൽ ഈ കുഞ്ഞുങ്ങൾക്ക് അതിജീവനത്തിനുള്ള അവസരം ലഭിക്കുമായിരുന്നില്ല. എന്നാൽ വൻതാരയിൽ നിയോനാറ്റൽ കെയർ യൂണിറ്റിലെ ലോകത്തെ ഏറ്റവും മികച്ച പരിചരണം ആസ്വദിക്കുന്നു. അനാഥരും ദുർബലരുമായ നവജാത മൃഗങ്ങൾക്ക് അതിജീവനം ഉറപ്പാക്കാൻ 24 മണിക്കൂർ നിരീക്ഷണവും കാലാവസ്ഥാ നിയന്ത്രിത ചുറ്റുപാടുകളും നൽകുന്നു. പല കുഞ്ഞുങ്ങളും ദുർബലരോ പോഷകാഹാരക്കുറവുള്ളവരോ ആയാണ് എത്തുന്നത്. അവർക്ക് ഇൻക്യുബേഷൻ, ഫോർമുല ഫീഡിംഗ്, തീവ്ര വൈദ്യ പരിചരണം എന്നിവ ആവശ്യമാണ്. വന്യജീവി ഡോക്ടർമാരും പരിപാലകരും സ്വാഭാവിക മാതൃപരിചരണ രീതി അനുകരിക്കുന്നു. ഈ കുഞ്ഞു കുരങ്ങുകളുടെ കാര്യത്തിലെന്ന പോലെ യൂണിറ്റ് നിരവധി അനാഥ കുഞ്ഞു കുരങ്ങുകളെ വിജയകരമായി വളർത്തി അവയ്ക്ക് നന്നായി ജീവിക്കാൻ അവസരം നൽകി. അമ്മ ചത്തതിനു ശേഷം ഈ കണ്ടാമൃഗം അനാഥമായി. ഇന്ത്യയിലെ കണ്ടാമൃഗങ്ങളെ സംരക്ഷിത റിസർവ് വനങ്ങളിലേക്ക് തിരിച്ചെത്തിക്കുന്നതിന് വൻതാര അക്ഷീണം പ്രവർത്തിക്കുന്നു. കാരക്കൽ എന്ന കാട്ടുപൂച്ച, ഏഷ്യൻ സിംഹങ്ങൾ എന്നിവ ഉൾപ്പെടെ വംശനാശ ഭീഷണി നേരിടുന്ന ജീവിവർഗങ്ങൾക്കായി 7 സജീവ പ്രജനന പരിപാടികൾ ഇവിടെ നടക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭക്ഷണം നൽകുന്ന ഈ വെളുത്ത സിംഹക്കുട്ടി ഇവിടെ ജനിച്ചതാണ്. ഇതിൻ്റെ അമ്മയെയാണ് റെസ്ക്യൂ ചെയ്ത് ഇവിടെ എത്തിച്ചത്. അതിനുശേഷമാണ് കുഞ്ഞിനെ പ്രസവിച്ചത്. ഇരട്ട ഒകാബികളായ സീതയും ലക്ഷ്മണനും വൻതാരയുടെ സൂപ്പർ സ്റ്റാറുകളാണ്. കോങ്കോയിലെ ഇടതൂർന്ന മഴക്കാടുകളിലാണ് ഒകാബികളെ കാണുന്നത്. അവ ഇരട്ട പ്രസവിക്കുന്നതും അപൂർവമാണത്രേ. കൃത്യമായ ഇണചേരൽ, നൂതന പ്രത്യുത്പാദന സാങ്കേതിക വിദ്യകൾ, പ്രത്യേക നഴ്സറികൾ എന്നിവ വൻതാരയുടെ സവിശേഷതയാണ്.
കുഞ്ഞുങ്ങൾ പൂർണ്ണ ആരോഗ്യവാന്മാരായി ജനിക്കുന്നുവെന്ന് ഇവിടെ ഉറപ്പാക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ചീറ്റ സംരക്ഷണ പരിപാടിയുടെ ഭാഗമായി 2024 ഡിസംബറിൽ സ്വരയ്ക്ക് ജനിച്ച ഈ ചീറ്റക്കുട്ടികൾ വൻതാരയുടെ പ്രജനന വിജയത്തിന്റെ തെളിവാണ്. It's an extended period of time that she took to give birth. It took almost 9 hours in total for her to give birth to the 5 cubs. ഇന്ത്യൻ സർക്കാരിന്റെ പ്രോജക്ട് ചീറ്റയ്ക്കായി വൻതാര മികച്ച പിന്തുണയാണ് നൽകുന്നത്. വംശനാശം സംഭവിക്കുന്നതായി പ്രഖ്യാപിച്ച് 72 വർഷങ്ങൾക്ക് ശേഷം ഉപഭൂഖണ്ഡത്തിൽ ഈ മൃഗങ്ങളെ വീണ്ടും അവതരിപ്പിക്കാനുള്ള പദ്ധതിയുടെ പൂർണ്ണ വിജയത്തിനായി എല്ലാ പരിശ്രമങ്ങളും നടത്തുന്നു. ചീറ്റയെ വളർത്തുന്നത് അവയെ പരിസ്ഥിതിയുമായി പൊരുത്തപ്പെടാനും വേട്ടയാടൽ കഴിവുകൾ വികസിപ്പിക്കാനും സഹായിക്കുന്ന ഒരു മൾട്ടി സ്റ്റെപ്പ് പ്രക്രിയയിലൂടെയാണ്. വൻതാരയുടെ ചീറ്റ സംരക്ഷണ പരിപാടി വലിയ വെല്ലുവിളികളെ മറികടന്നാണ് വിജയം കണ്ടത്. This case of Olga having a femur fracture was one of the challenging cases, and I would rate as one of the biggest challenging cases in my career henceforth, because it has got a whole set of new properties. We are talking about the world's fastest animal. We are talking about the world's fastest animal who has broken his femur. സൂക്ഷ്മമായ പരിചരണം വിജയിച്ചു. വോൾഗ ഇപ്പോൾ സുഖം പ്രാപിച്ചു. ഉടൻ തന്നെ കാട്ടിലേക്ക് വിട്ടയക്കാനാകും. വൻതാരയുടെ പ്രജനന പദ്ധതികൾ, ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപിക്കൽ ശ്രമങ്ങൾ എന്നിവ ഏഷ്യൻ സിംഹങ്ങൾക്ക് മികച്ച അവസരം നൽകുന്നു. ഇവിടെയാണ് അത് കൂടുതൽ ആകർഷണീയമാകുന്നത്. വൻതാര ജീവികളെ സംരക്ഷിക്കാൻ മാത്രമല്ല പ്രവർത്തിക്കുന്നത്, അത് ജൈവ വൈവിധ്യത്തെ സംരക്ഷിക്കാൻ പ്രയത്നിക്കുന്നു. हमारा फ्यूचर है कि वर्ल्ड के हर एक सैंपल यहाँ आए और हम यहाँ एक सेंटर ऑफ एक्सीलेंस तैयार करें वाइल्ड लाइफ के लिए. तो इससे अलग अलग गवर्नमेंट वर्ल्ड के भारत में सैंपल्स भेजे. ഈ പദ്ധതി മനുഷ്യർക്കും ഗുണകരമാകും. വൈദ്യശാസ്ത്ര രംഗത്ത് പുതിയ കണ്ടുപിടുത്തങ്ങൾക്ക് വഴി തുറക്കും. ഉദാഹരണത്തിന്, ആനകൾ സ്വാഭാവികമായി ക്യാൻസറിനെ എങ്ങനെ പ്രതിരോധിക്കുന്നു എന്ന് പഠിക്കുന്നത് മനുഷ്യനെ ബാധിക്കുന്ന രോഗങ്ങൾക്കുള്ള വിപ്ലവകരമായ ചികിത്സയിലേക്ക് നയിക്കാം. जैसे कोरोना मनुष्य में आ गया, जानवरों में भी बहुत बहुत बीमारियां आती और जानवर से जूनोटिक आदमी को भी जाती. तो ये सब हम लैब में काम करना चाहिए. മൃഗങ്ങളെ രക്ഷിക്കുന്നതു മുതൽ സംരക്ഷണത്തിലൂടെ അതിൻ്റെ ഭാവി തിരുത്തി എഴുതുന്നത് വളരെ നീണ്ട ഒരു പ്രയത്നമാണ്. ശാസ്ത്രവും സമർപ്പണവും നവീകരണവും ഒരുമിച്ച് ചേരുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ ലോകത്തെ മാറ്റാൻ കഴിയുമെന്ന് വൻതാര തെളിയിക്കുന്നു. വിപ്ലവകരമായ പ്രജനന സംരക്ഷണ പരിപാടികളിലൂടെ വംശനാശ ഭീഷണി നേരിടുന്ന ജീവിവർഗങ്ങളെ കാട്ടിലേക്ക് തിരിച്ചെത്തിക്കാൻ വൻതാര സഹായിക്കുന്നു. My vision is that at Vantara in Jamnagar, we would like to be the world's most advanced wildlife institute. And we would also like to conserve and breed critically endangered species so we can release them back in their habitat. Because a lot of species, even today as we speak, species are going extinct. സുരക്ഷിതമായ അന്തരീക്ഷത്തിൽ വിദഗ്ധ പരിചരണത്തിൽ മൃഗങ്ങൾ ആരോഗ്യം വീണ്ടെടുത്താൽ അവയെ ആവാസ വ്യവസ്ഥകളിലേക്ക് മടക്കി അയക്കണം.
സ്പിക് മക്കാവുകളുടെ കാര്യം തന്നെ ഒരു ഉദാഹരണം. ആരെയും അതിശയിപ്പിക്കുന്ന ഈ നീലപ്പക്ഷികൾ ഒരിക്കൽ എന്നേക്കുമായി അവസാനിച്ചു എന്ന് കരുതിയതാണ്. 41 പക്ഷികളെ ബെർലിൻ ബ്രീഡിംഗ് സെന്ററിൽ നിന്ന് ബ്രസീലിലെ ബഹിയയിലെ ആവാസ വ്യവസ്ഥയിലേക്ക് തുറന്നുവിടാൻ വൻതാര സഹായിച്ചു. 2 പതിറ്റാണ്ടിനിടയിൽ ലോകം ആദ്യമായി കാട്ടിൽ ജനിച്ച സ്പിക് മക്കാവ് കുഞ്ഞുങ്ങളുടെ ജനനത്തിന് സാക്ഷ്യം വഹിച്ചു. ആയിരക്കണക്കിന് പക്ഷികൾക്ക് ഒരു സ്വർഗമാണ് വൻതാര. ഈ ഫ്ലെമിംഗോകൾ ഇവിടെ ഗാംഭീര്യത്തോടെ വിഹരിക്കുന്നു. ഒരിക്കൽ ഇവ പോഷകാഹാരക്കുറവുള്ളവയും സമ്മർദ്ദമുള്ളവയുമായിരുന്നു. ക്രൂരമായ സാഹചര്യങ്ങളിൽ കുടുങ്ങിപ്പോയിരുന്നു. വൻതാരയിലെത്തിയപ്പോൾ അവയുടെ തൂവലുകൾക്ക് നിറം തിരികെ ലഭിച്ചു. ശുദ്ധമായ വെള്ളവും ശരിയായ പോഷകാഹാരവും വിദഗ്ധ പരിചരണവും കിട്ടി. വൻതാര രക്ഷിക്കുന്ന പക്ഷികളെ പ്രത്യേക ശ്രദ്ധയോടെ പരിപാലിക്കുന്നു. കാട്ടിലേക്ക് വിടുന്നതിന് മുൻപ് ശക്തിയും ചടുലതയും വീണ്ടെടുക്കുന്നതിന് വലിയ പക്ഷിക്കൂടുകളിൽ വിപുലമായ പുനരധിവാസവും പറക്കൽ പരിശീലനവും നടത്തുന്നു. അവയുടെ പറക്കാനുള്ള ക്ഷമത പരിശോധിക്കപ്പെടുന്നു. കൂടാതെ രോഗങ്ങൾ പിടിപെടുന്നത് തടയാൻ വെറ്റിനറി ടീമുകൾ ആരോഗ്യ പരിശോധനകൾ നടത്തുന്നു. വന്യജീവി സംരക്ഷണം മൃഗങ്ങളെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല. അതിൻ്റെ തലം വളരെ വലുതാണ്. വൻതാര പ്രാദേശിക കൂട്ടായ്മകളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു. ആവാസ വ്യവസ്ഥയെ പരിപാലിക്കുന്നു. വന്യജീവികൾക്കുതകുന്ന തരത്തിൽ സുസ്ഥിരമായ ആവാസ വ്യവസ്ഥകൾ സൃഷ്ടിക്കുന്നതിന് ദീർഘകാല തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയും ചെയ്യുന്നു. We don't want to interfere too much. We need to try and make sure that they are raised in a state that will make it possible for them to form part of a rewilding program one day should the opportunity arise. And I'm quite confident that we're able to tick all the boxes to facilitate such a program. I think many people think that the real trick is to teach these animals to hunt. And actually that's the easy part. I mean, they have really strong instincts. But the big part of the work that needs to be done is to make sure that they adapted to the climate, to the parasites, and then to prepare the people, who they're going to share space with. വൻതാര ഒരു സങ്കേതം മാത്രമല്ല, അതൊരു പ്രസ്ഥാനമാണ്. പരിസ്ഥിതി നാഗരികതയിലേക്കുള്ള പരിവർത്തനത്തിന്റെ ജീവിക്കുന്ന ഉദാഹരണം. ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുള്ള 25 ദശലക്ഷം മരങ്ങൾ ജാംനഗറിലെ തരിശുഭൂമിയെ മനുഷ്യനും മൃഗങ്ങൾക്കും വേണ്ടിയുള്ള ഒരു ഹരിത പറുദീസയാക്കി മാറ്റി. വൻതാര ജീവിവർഗങ്ങൾക്ക് അനുയോജ്യമായ ആവാസ വ്യവസ്ഥകൾ സൃഷ്ടിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ആവാസ സ്ഥലങ്ങളിൽ നിന്ന് കുടിയിറക്കപ്പെട്ട മൃഗങ്ങൾ ഇവിടെ സുരക്ഷിതത്വം അനുഭവിക്കുന്നു. ലാൻഡ്സ്കേപ്പ് ഡിസൈൻ, പ്ലാന്റ് ഫിസിയോളജി, പരിസ്ഥിതി ശാസ്ത്രം എന്നിവയെ സംയോജിപ്പിക്കുന്നതിലൂടെ നഷ്ടപ്പെട്ട ആവാസ വ്യവസ്ഥകളെ പുനഃസ്ഥാപിക്കുന്നു. വായുവിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നു. ജലം സംരക്ഷിക്കുന്നു. ജൈവ വൈവിധ്യത്തെ സാധ്യമാക്കുന്നു. സ്മാർട്ട് ലാൻഡ്സ്കേപ്പിംഗ് ടെക്നിക്കുകൾ മണ്ണൊലിപ്പ് തടയുന്നു. ജലസമ്പത്ത് വർദ്ധിപ്പിക്കുന്നു. വെള്ളപ്പൊക്കം നിയന്ത്രിക്കുന്നു. സുസ്ഥിരമായ പരിസ്ഥിതി സംരക്ഷണം സാധ്യമാക്കുന്നു. ജലം സംരക്ഷിക്കുകയും അതിൻ്റെ കാര്യക്ഷമമായ ഉപയോഗം ഉറപ്പാക്കുകയും ചെയ്യുന്നു എന്നത് വൻതാര വളരെ ഗൗരവമായി എടുക്കുന്ന ഒരു ദൗത്യമാണ്. We farm a lot of our stuff locally. So we have helped the local farmers. So we tell them organic manure from our gaushalas, from our elephant, the dung, we give it to the farmers. So they also have an economy. We farm the feed. An elephant needs 200 kilos of fodder a day. Correct. So we have 200 elephants, so imagine the amount of food. So everything is made in India, grown in India, grown locally as much as possible. And also there's an economy of more than 10-12,000 people based on this whole rescue center. ഭാരതത്തിന്റെ മഹത്തായ ഭൂമിയിൽ നിന്ന് വൻതാര ലോകത്തിനൊരു സന്ദേശം അയക്കുന്നു. ഈ ഗ്രഹം മനുഷ്യർക്ക് മാത്രമുള്ളതല്ല. In our Sanatan, every deity has an animal which is close to her or his heart. True. Every deity has a vahana. Vahana is an animal. Yeah. Krishna also says that all life is equal. Yeah. May it be a human or may it be a bee or may it be an ant, everything is equal. വൻതാര രോഗശാന്തിയുടെ സ്ഥലമാണ്. അതാണ് വൻതാരയുടെ സാരാംശം.
Human welfare, there are a lot of people working, but animal welfare, there are few people working. I think I was the chosen one, and I was fortunate enough that God's blessings that I could do seva of animals. For me, in today's life, you can't see God, but I see God within every animal. So it's my giving back to society. സന്തുലിതാവസ്ഥ പുനഃസ്ഥാപിക്കുക, പുനർനിർമ്മിക്കുക, മനുഷ്യനും പ്രകൃതിയും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ അത് രണ്ടും തഴച്ചു വളരുമെന്ന് തെളിയിക്കുക.